തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണമില്ലാത്തതിനാൽ വീണ്ടും ശസ്ത്രക്രിയ മുടങ്ങി. യൂറോളജി വകുപ്പിൽ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് മാറ്റിവെച്ചത്. രോഗികളിൽ നിന്ന് പണം പിരിവെടുത്ത് ഉപകരണം വാങ്ങി ശസ്ത്രക്രിയ നടത്തരുതെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് രോഗികൾക്ക് വീണ്ടും ദുരിതം. അതേസമയം സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ പ്രിൻസിപ്പലിന് കത്ത് നൽകിയിട്ടുണ്ട്. AK സ്റ്റെഫിന്റെ റിപ്പോർട്ട്. നിയമസഭയ്ക്കകത്തും പുറത്ത് ആരോഗ്യവകുപ്പിന്റെ പരിപാടികളിലുമെല്ലാം കേരളത്തിലെ ആരോഗ്യരംഗം നമ്പർ 1 ആണെന്ന് മന്ത്രിയും സർക്കാരുമെല്ലാം പറയുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം, പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളിൽ പലപ്പോഴും ശസ്ത്രക്രിയ മുടങ്ങുന്നത് കണ്ടതാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലുകൾ കണ്ടതാണ്. അതിലെല്ലാം ഉള്ള പ്രശ്നം അതീവ ഗൗരവമായി ഇപ്പോഴും ആരോഗ്യവകുപ്പ് കാണുന്നില്ല എന്ന ചോദ്യമാണ് വീണ്ടും ഉയരുന്നത്. ശസ്ത്രക്രിയ വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്ത. വൃക്കയിലെ കല്ല് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് മുടങ്ങിയത്. കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ മന്ത്രി പറഞ്ഞിരുന്നു, രോഗികൾ പണം ചിലവാക്കി ഇത്തരത്തിൽ ഉപകരണങ്ങൾ വാങ്ങിച്ചു നൽകുന്നത് ശരിയല്ല, അത് തുടരാൻ പാടില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത്. ഏതായാലും ഒരു ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് കൂടുതൽ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയേറെ നമ്മൾ എടുത്തു കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടായിട്ടുള്ള സുനിൽകുമാർ, അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരുന്ന് തുടർന്നു പോകാൻ താല്പര്യമില്ല എന്നുള്ളത് കാണിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. അതും ഏറെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്.